ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് പൈനാപ്പിൾ പച്ചടിയാണ്. അതിനുവേണ്ടി മിക്സിയുടെ ജാറിലേക്ക് 1/2 കപ്പ് തേങ്ങ ചിരകിയത്, 1/4 ടീസ്പൂൺ പെരുംജീരകം, 1 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞത്, 1/2 ടീസ്പൂൺ ഉപ്പ്, 1/4 ടീസ്പൂൺ കടുക്, 1 പിഞ്ച് കറിവേപ്പില, 1/4 കപ്പ് വെള്ളവും ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കാം. നന്നായി അരഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഒരു പാനിലേക്ക് 1 കപ്പ് കൈതച്ചക്ക ചെറുതായി അരിഞ്ഞത്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ്, 1/2 കപ്പ് വെള്ളവും ചേർത്ത് നന്നായി ഇളക്കുക. വെള്ളം നല്ലതുപോലെ തിളച്ച് വരുന്നുണ്ട്. ഇനി ഇത് അടച്ചു വെച്ച് 10 മുതൽ 12 മിനിറ്റ് വരെ മീഡിയം ഫ്ലെയിമിലിട്ട് വേവിക്കാം. കൈതച്ചക്കയൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. അതിൻ്റെ വെള്ളമൊക്കെ നല്ലതുപോലെ വലിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് കൂടി ചേർത്ത് നന്നായി ഇളക്കാം. നല്ലതുപോലെ തിളച്ച് വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് 1 മിനിറ്റ് നന്നായി ഇളക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി കട്ടയൊന്നുമില്ലാതെ അടിച്ചെടുത്ത 1/4 കപ്പ് തൈര് കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കാം. ഇനി ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് 1/4 ടീസ്പൂൺ കടുക് ചേർക്കുക. കടുക് ഒന്ന് പൊട്ടി വരുന്നുണ്ട്. ഇനി അതിലേക്ക് 1 പിഞ്ച് കറിവേപ്പിലയും 2 വറ്റൽമുളകും കൂടി ചേർത്ത് നന്നായി ഇളക്കുക. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് ഈ താളിപ്പ് ചൂടോടുകൂടി തന്നെ നമുക്ക് പച്ചടിയിലേക്ക് ഒഴിക്കാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റിയായ പൈനാപ്പിൾ പച്ചടി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം.